സംവരണത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരോട് നമുക്ക് വിരോധമില്ല. അവർക്കൊരു സമ്പത്ത് കൊടുത്തോട്ടെ. ആ സമ്പത്ത് കൊടുക്കുന്നതിനൊന്നും നമ്മളാരും വിരോധമില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം, 18% ,10% സംവരണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ 18%-കാരിൽ ഒരു 3% പട്ടിണിക്കാർ ചിലപ്പോൾ കാണുള്ളൂ. അവർക്കാണ് 10% കൊടുക്കുന്നത്. എന്തൊരു അനീതിയ! മാത്രമല്ല, ഈ 18%-കാർക്ക് വേണ്ടി 10% മാറ്റുമ്പോൾ എന്ത് രീതിയാണ്? 88% 82% പുറത്ത് കിടക്കുകയാണ്. എവിടെയാണ് സാമ്പത്തിക നീതി ഇവിടെ? അവരെ സംബന്ധിച്ചിടത്തോളം പിന്നോക്കക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കമുണ്ടെങ്കിൽ അവർക്കൊന്നും ഒഴിവാക്കരുത്. അവർ സമ്പത്ത് കൊടുക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇന്ന് സമരം അനുഭവിക്കുന്നവരെല്ലാം തന്നെ ലോകാവസാനം വരെ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ പറയുന്നില്ല. സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും അധികാരത്തിലുള്ള പങ്കാളിത്തം ഇല്ലാതെ പോയി അവർക്ക് അധികാരത്തിലുള്ള പങ്കാളിത്തം അതുണ്ടായിരുന്നു. ഇതിനൊന്നും കഴിയില്ലായിരുന്നു. ഇതിനേക്കാൾ കൂടുതൽ തരം കിട്ടിയതേ അധികാരത്തിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇതിനേക്ക് പവറുണ്ടായാലും പവറോടുകൂടി അധികാരം കിട്ടിയ അധികാരത്തിൽ പങ്കാളിത്തം ഉണ്ടായിരുന്ന പണം നിങ്ങൾ കാണുന്നത്. ഇത് ഒന്നാമനാണെന്ന് പണം ഉണ്ടാക്കിയത്. നിങ്ങൾ നോക്ക്, അധികാരത്തിൽ പങ്കാളിത്തമുള്ളവരാണ് ഇന്ന് കേരളത്തിലായാലും ഇന്ത്യയിലായാലും അവിടെ ഏക്കർ കണക്കിനായാലും പണമുള്ളവനായാലും നിങ്ങൾ നോക്കിക്കോളൂ. നമുക്ക് അവിടെ പങ്കാളിത്തം കിട്ടി. ഇപ്പൊ തുമ്പ് പറഞ്ഞില്ലേ, ശങ്കരൻ തെങ്ങലും എന്ന് പറഞ്ഞിട്ട് താഴെ ശങ്കരൻ തെങ്ങലും ആദ്യം പറഞ്ഞ ആരാണ് ഓർമ്മയുണ്ടോ? പിള്ളേർക്ക് പേര് പോലും ആർ ശങ്കർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ശങ്കരൻ തെങ്ങേൽ എന്ന് ആദ്യമായി പറഞ്ഞത്. താഴെ പറയുമ്പോൾ അത് പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞു, പിന്നെയും പറഞ്ഞിട്ടുണ്ട്. ശങ്കരൻ തെങ്ങേൽ എന്ന് പറയാൻ കാരണം, എടാ ശങ്കര നീ എത്താൻ പോയാൽ മതി, രാജ്യം ഭരിക്കേണ്ടെന്ന് പറഞ്ഞ സവർണരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ശങ്കർ താഴെ ഇറക്കാറ് അതൊക്കെ താഴെ ചരിത്രം പറയാൻ പോയ സമയം ഒരുപാട്. ഇവിടെ മഹാഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തെ അവിശ്വാസം കൊണ്ടെന്ന് താഴെ ഇറക്കിയത് ആരെയും അത് സവർണരോട് തന്നെയല്ലേ. അതിന് അച്യുതാനന്ദൻ തെറ്റുകാരാ നീ ഭരിക്കുന്ന ആക്ഷേപിച്ചത് ആരാണ്? അത് പിണറായി വന്നപ്പോഴും എടാ ശങ്കര നീ തന്നെയാണ് ആയിരിക്കണമെന്ന് പറഞ്ഞില്ല, നീ ഭരിക്കണമെന്ന് പറഞ്ഞില്ല. അപ്പൊ ഭരണമെന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ സവർണനായ ഹിന്ദുവായാലും സവർണ ക്രിസ്ത്യാനിയായാലും അവരുടെ കയ്യിലിരിക്കണം. അവർണന്റെ ഈ പാടില്ല, പിന്നോക്കക്കാരന്റെ പാടില്ല എന്ന ഒരു ചിന്തയും ധാരണയും വിശ്വാസവും വെച്ചുകൊള്ളുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾ എടുത്തുകൊണ്ട് ഏത് പാർട്ടിയിൽ നോക്കിയാലും അവിടെ സെക്രട്ടേറിയറ്റില് ആരാണ്? അവിടെ സെക്രട്ടേറിയറ്റിന്റെ വിളിച്ചു കൂട്ടി നോക്കിയാൽ വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാം. പക്ഷേ ഭരണത്തിന്റെ അകത്തളങ്ങളിൽ നോക്കിയാൽ നമുക്കുള്ള പങ്കാളിത്തം എന്ത്? നമുക്ക് ഏറ്റവും കൂടുതൽ പങ്കാളിത്തമുള്ള എവിടെയെന്നറിയാവോ? സെൻട്രൽ ജയില. അവിടെ ചെന്ന് എണ്ണി നോക്കിക്കോളൂ. ഇത്രയും പ്രാതിനിധ്യം, ഇത്രയും തന്നെ ശബരിമല ഉണ്ടായി. BJP അറസ്റ്റ് ചെയ്ത് പോയതിൽ നല്ലൊരു പങ്ക് ആരായിരുന്നു? അവിടെ തന്നെ കണ്ടില്ലേ, ഒരു ലേഡി അറസ്റ്റ് ചെയ്തപ്പോ അവരുടെ പാർട്ടി ഭയങ്കരം. ആ സുരേന്ദ്രനാണ് കിടന്നിട്ട് ആ പാവം ഉണ്ട എത്ര ദിവസം നിന്നറിയാമോ? ഇതൊക്കെ ഏതിനകത്ത്, അവിടുന്ന് മാത്രമല്ല ഏതിനകത്തും ഇത് തന്നെയാണ് നമുക്കുള്ള പ്രാതിനിധ്യം ഇവിടെ കിട്ടിയെന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തോ, കോൺഗ്രസ് എടുത്തോ, BJP എടുത്തോ, ഇതൊക്കെയല്ലേ ഈ രാജ്യത്തില്. പക്ഷെ അധികാരത്തിലുള്ള പങ്കാളിത്തം നമുക്ക് വേണ്ടത്ര ലഭിക്കുന്നില്ല. എന്നാൽ 28% ഉണ്ടെന്ന് പറയും നമ്മള്. 28% ഇവിടെ കിടക്കുന്നു. തെങ്ങേനാണ് ചെത്താനാ പറഞ്ഞിരിക്കുന്നില്ല ഇവിടെ ആരും. മാത്രമല്ല, സംവരണം നമുക്ക് 14%. അതേതരം കമ്മീഷൻ ശതമാനം കണക്കാക്കി ശങ്കരൻ കണക്കെടുത്തപ്പോൾ നമുക്ക് പ്രാതിനിധ്യം കിട്ടി എത്രയെന്നറിയാവുക? 14+5 എന്ന് പറഞ്ഞാൽ നമുക്ക് 14% സംവരണത്തോടു കൂടി പോയപ്പോൾ 19.5% നമുക്ക് സീറ്റ് കിട്ടിയത്. 14% സംവരണം, 5.3% കുറച്ച് അറിവുള്ളവരുള്ളതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയാൻ കാരണം. 5.3% മെറിറ്റ്. അതിന്റെ അർത്ഥം സംവരണം നമുക്കില്ലായിരുന്നുവെങ്കിൽ 5.3% മാത്രമേ നമുക്ക് ജോലി കിട്ടുകയായിരുന്നുള്ളൂ. ഇത് പറയാൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എന്നിട്ടുമാണ് പറയുന്നത് നമ്മളെല്ലാം
അടിച്ചോണ്ട് പോയെന്ന് അവരുടെ മുഴുവൻ. പൂനായ ബില്ല് വന്നപ്പോൾ സകല ഈഴവനും ഭൂമി കൊണ്ടുപോയി, ഞങ്ങളെല്ലാം ഗണ്ടിപ്പോയി എന്ന് ചങ്ങനാശ്ശേരി നിന്ന് പരിദേവനം നടത്തി സുപ്രീം കോടതിയിൽ കൊടുത്തത് നിങ്ങൾ കേട്ടില്ലേ, കണ്ടില്ലേ? ഇതാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, കേന്ദ്ര ഗവൺമെന്റിൽ തന്നെ ഇപ്പൊ കിടക്കുന്ന ഒഴിവുകൾ നിങ്ങൾ നോക്കണം. സർക്കാരിന്റെ 27% നമ്മൾ OBC ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് എ ഗ്രൂപ്പിൽ പിന്നോക്ക സമുദായത്തിൽ 17% ബി ഗ്രൂപ്പിൽ 11% ഉള്ളൂ, ഡി ഗ്രൂപ്പിൽ 11%. ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ 64 ഗ്രൂപ്പിൽ എ വിഭാഗത്തിൽ ഒരാൾ പോലും പിന്നോക്കക്കാരില്ല. പ്രധാന മന്ത്രാലയത്തിൽ വകുപ്പുകളിലുമായി പിന്നോക്ക വിഭാഗത്തിൽ 11,797 ഒഴിവുകൾ നികത്താതെ കിടക്കുക. ഇതിനൊക്കെ എന്താ മറുപടി പറയാനുള്ളത്? നിങ്ങൾ തന്നെ നിങ്ങളുടെ നാട്ടിൽ തന്നെ വേറെ ഒരു കണക്ക് ഒരു 10 മുന്നോക്കക്കാരനെ, ഒരു 10 പിന്നോക്കക്കാരനെ വീട്ടെടുത്ത് നോക്കിയിട്ട് എത്ര പേർക്ക് നിങ്ങൾ പിന്നോക്കക്കാരുടെ ഉദ്യോഗമുള്ളവരുണ്ട്, പിന്നോക്കക്കാരൻ്റെ എത്ര ഉദ്യോഗമുള്ളവരുണ്ട് പരിശോധന വേണ്ട. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ 96% ഉണ്ടെന്ന് കണക്കെടുത്ത് പറഞ്ഞ് കാണിച്ചിട്ട് പോലും അവിടെ 3.0 സംതിങ് ആണ് 0.3 സംതിങ് ആണ് പട്ടികജാതി. ഒരൊറ്റ വിഭാഗം മാത്രം 96% ഉദ്യോഗങ്ങൾ അതിനകത്ത് വഹിക്കുമ്പോൾ ഇതൊരു സാമൂഹ്യ നീതിയോ എന്ന് ചോദിച്ചാൽ അവിടെ ആരും പൊട്ടനായിട്ട് കളിക്കേണ്ടതില്ല. അതിനൊരു ഉത്തരം പറയാനുള്ള ആരുമില്ല. 24,000 തൊട്ട് 1,00,000 രൂപ വരെ ശമ്പളം മേടിക്കുന്നത്. നിങ്ങളുണ്ടല്ലോ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം രാജാക്കളാണ്. അവിടെ അടിച്ചു നോക്കുകാരൻ വേണ്ട. ആനയുണ്ടെങ്കിൽ ആനയുടെ പിണ്ടരെടുക്കാനെങ്കിലും ഒരു പട്ടികജാതിക്കാരനോ പിന്നോക്കക്കാരനോ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? നിങ്ങളെല്ലാം തൊഴിലാളും കാശിടാനും ഒക്കെ പോകുമല്ലോ. എന്താ ചിരിക്കുക? നമ്മുടെ കാശ് കൊള്ളാം. അതുപോലെ നേരെ ഗുരുവായി എത്ര ആനയുണ്ട്, ആനപ്പിണ്ട് എടുക്കാൻ ഒരു ദളിതര പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇന്നും ക്ഷേത്രത്തിൽ നമുക്ക് യഥാർത്ഥ ക്ഷേത്രപ്രവേശനം നമുക്ക് അനുവദിച്ചിട്ടുണ്ടോ? ഇതൊക്കെ പറയുമ്പോൾ എന്തിനാണ് പല്ലടിക്കുന്നത്? കാര്യങ്ങൾ കാരണസഹിതം കണ്ടു മനസ്സിലാക്കണം. ഇതിനാണ് നവോത്ഥാന പ്രവർത്തനം ഗുരു തുടങ്ങി വെച്ചു. ഗുരു മാത്രമല്ല, ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് ആദ്യം നവോത്ഥാന പ്രവർത്തനമായി മുമ്പോട്ട് വന്ന് ക്ഷേത്രം സ്ഥാപിച്ചത്. അദ്ദേഹത്തെ ആരാണ്? വള്ളത്തെ പോയപ്പോൾ സൗണ്ടർ വള്ളത്തിട്ട് വെട്ടിക്കും. എന്തിന്? അദ്ദേഹം ക്ഷേത്രം സ്ഥാപിക്കാൻ അവകാശം. ഇന്നും ആ ക്ഷേത്രം അവിടെ നിൽക്കുകയാണ്. ചരിത്രം ഇന്നുമുണ്ട്. അതിനൊക്കെ ശേഷമാണ് ഗുരു ക്ഷേത്രം സ്ഥാപിച്ചത്. ആ ഗുരു സ്ഥാപിച്ചപ്പോഴും എന്താണ്? ഒരു യുദ്ധം ചെയ്യാൻ ഗുരു പോയില്ല, ഒരു ക്ഷേത്രം പിടിച്ചടക്കാൻ പോയില്ല, ഒരു സമൂഹ ക്ഷേത്രത്തിൽ പിടിക്കാൻ പോയില്ല. തനിക്ക് തന്റെ വിശ്വാസികൾ ആയ ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ, പൂജിക്കാൻ ഉള്ള അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം അമ്പലങ്ങൾ സ്ഥാപിക്കാൻ കഴിയും. അമ്പലം സ്ഥാപിച്ചിട്ട് അവിടെ എഴുതി വെച്ചത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ നമ്മൾ പൂജിച്ചു, പ്രാർത്ഥിച്ചു. എന്തിന്? ഇതൊരു SNDP ഒരു സമര സംഘടനയാണ്. അതുകൊണ്ടാണല്ലോ ഗുരു 1,001 രൂപയാണ് വൈദ്യസത്യാഗ്രഹം നടക്കുമ്പോൾ അവിടെ കൊണ്ടുപോയി അന്ന് വെള്ളത്തിൽ കൊണ്ട കൊടുത്തത്. 1,001 രൂപ എന്ന് പറഞ്ഞാൽ അന്ന് ഒരു പവൻ 1 രൂപയാണ് അന്ന്. അതായത് 1,001 പവനാണ്. ഇന്നത്തെ സ്ഥിതിക്ക് 10-25 ലക്ഷം കോടി, 2.5 കോടി രൂപയാണ് അന്നുകൊണ്ട് വൈദ്യസത്യാഗ്രഹം സമര പദ്ധതി നടത്താൻ വേണ്ടി കൊടുക്കുന്നത്. അങ്ങനെ SNDP ഒരു സമര സംഘടനയാണ്. ആ സമര സംഘടന ഈ രാജ്യത്ത് അടിച്ചമർത്തപ്പെട്ട, അവകാശം നിഷേധിക്കപ്പെട്ട അവശലക്ഷങ്ങൾക്ക് വേണ്ടി പറയാൻ ബാധ്യസ്ഥരാണ്. അത് നമ്മൾ പറഞ്ഞ ജാതി, മറ്റുള്ളവർ പറഞ്ഞ നീതി. സംവരണത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എടുത്തിട്ട് തീരുമാനം SNDP യോഗത്തിന് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. SNDP സാമുദായിക സംവരണം നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ നാം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഭരണഘടനയെ അംബേദ്കർ എഴുതി വയ്ക്കാത്ത ഒന്ന് ഇന്ന് എഴുതി ചേർക്കാൻ ഇന്ന് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പോലും അവകാശമില്ല. കാരണം ഈ ഇന്ത്യൻ ഭരണഘടനയുടെ ചട്ടക്കൂട്ടിനകത്ത് നിന്ന് മാത്രമേ അതിന്റെ ഭേദഗതി സാധിക്കൂ. ആ ചട്ടക്കൂട്ടിന് വെളിയിലാണ് സാമ്പത്തികം. ആ സാമ്പത്തിക സംവരണം അനുവദിച്ചു കൊടുക്കാൻ ഭരണഘടനയെ അനുവദിക്കാത്തതുകൊണ്ടാണ് ഈ സാമ്പത്തിക സംവരണമായി പലപ്പോഴും സുപ്രീം കോടതിയിൽ പോയപ്പോൾ ഒരൊറ്റ കേസ് പോലും നാളെ ഇതുവരെ ജയിക്കാനോ ജയിപ്പിക്കാനോ അതിനും സാധിച്ചിട്ടുണ്ടോ? മാത്രമല്ല, ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന
ഈ 18% സാമ്പത്തിക പിന്നോക്കാവസ്ഥയാണ് എങ്കിൽ അതിനൊരു സർവേ നടത്തണ്ടേ? ആ സർവേ നടത്തി ആ വിഭാഗത്തിന് സാമ്പത്തികമായി പിന്നോക്കമാണ് എന്ന് കണ്ടെത്തിയ ശേഷമല്ലേ ഇതുപോലുള്ള തീരുമാനം എടുക്കേണ്ടത്. അങ്ങനെ എടുത്തു. ഇന്ന് പിന്നോക്കക്കാരായി സാമുദായിക സംവരണം അനുഭവിക്കുന്നവരെല്ലാം തന്നെ പിന്നോക്കക്കാരാണെന്നും സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും ചരിത്രപരമായി അടിച്ചമർത്തപ്പെട്ട ആ വിഭാഗങ്ങൾക്ക് കൊടുക്കണമെന്ന് കണ്ടെത്തിയ ശേഷമാണ് അവർക്കെല്ലാം തന്നെ സാമുദായിക സംവരണം കൊടുത്തത്. പക്ഷെ ഇന്ന് ഒരൊറ്റ ബില്ല് വന്ന് 18% ആളുകൾക്ക് ഒരു മാനദണ്ഡമില്ലാതെ അത് വരുമാന പരിധി നോക്കൂ, എന്ത് വിവേചനാണ്. നമ്മളിപ്പോ 8 ലക്ഷം, അത് മറ്റു സംവരണത്തിന് 6 ലക്ഷം. അപ്പൊ എന്ത് വിവേചനമാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഇതെല്ലാം നമ്മളെല്ലാം അറിവില്ലാത്തവരാണ് എന്നൊരു തോന്നൽ വളർത്തുന്നത്. ഒരു കാലത്ത് നമുക്ക് അറിവില്ലായിരുന്നു, പക്ഷെ അറിവ് തിരിച്ചറിവും ഉള്ളവരാണ്. ഇത് ആണാണ് പെണ്ണാണ് അതാണ് അറിവെങ്കിൽ തിരിച്ചത് അമ്മയാണ് പെണ്ണാണ് ഭാര്യയാണ് മകളാണ് എന്ന തിരിച്ചറിവിന്റെ പാതയിലൂടെയാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സാമുദായിക സംവരണത്തിന് കത്തിവെക്കാൻ വരുന്ന ആരോടും യാതൊരു വ്യക്തിപരമായ വിദ്വേഷമില്ലാതെ നമുക്ക് കിട്ടിയ അവകാശങ്ങളെ തകർക്കാൻ വരുന്ന ശക്തിയുണ്ട്. മറ്റുള്ളവർക്ക് കിട്ടുന്നതിന് നമ്മൾ ആരും വിരോധികളല്ല. അവർ സാമ്പത്തികമായി കുറവാണെങ്കിൽ അവർക്ക് സമ്പത്ത് കൊടുത്ത് അവരെ ഉയർത്തട്ടെ. സാമ്പത്തിക സംവരണം ഭരണഘടനാ വിരുദ്ധവും അംബേദ്കർ എഴുതി വെച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്തെ ചോദ്യം ചെയ്തതുമാണ്. അതൊരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുക്കുവാൻ പാടില്ല എന്ന് ഇന്ന് എനിക്ക് പറയാതെ പോകാൻ സാധിക്കില്ല. കാരണം ഇന്ന് ഒപ്പുവെച്ച ആ ഉത്തരവ് ഇന്നും ഇവിടെ വന്നപ്പോൾ ഞാൻ മിണ്ടാപോയാൽ ചരിത്രപരമായി SNDPO ജനറൽ സെക്രട്ടറി ചെയ്യുന്ന ഒരു വിഡിത്തവും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടലുമായി. അതുകൊണ്ടാണ് ഈ ക്ഷേത്രം സമർപ്പിക്കുന്ന ഈ സമയത്തെങ്കിലും ഉള്ളത് പറയുക എന്നും ഒത്തു പറയാതിരിക്കുക എന്നും ഞാൻ SNDPO ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നിടത്തോളം കാലം ആരും ഒത്തു പറയാ. SNDPO ജനറൽ സെക്രട്ടറിയുടെ കർമ്മം സമുദായത്തിന് എവിടെ ദ്രോഹിക്കുന്നോ, അർഹതപ്പെട്ടത് എവിടെ കിട്ടണമെന്നുണ്ടോ അത് ചോദിച്ചു വാങ്ങുക, തരാതെ നിന്നാൽ അതിനെ എതിർക്കുക. നമ്മളെ ഉപദ്രവിച്ചാൽ നമ്മൾ ഒന്നുമില്ലെങ്കിൽ മണ്ണെങ്കിലും കുത്തിയിട്ട് ഉപദ്രവിക്കാനൊന്നും ചെയ്യുക എന്നതാണ് നമ്മുടെ കർമ്മം. മാത്രമല്ല പലരും മതിലിന് പോയി എന്താണ് തെറ്റ്? ഇവിടെ ഗുരുദേവൻ നവോത്ഥാനത്തിന് വേണ്ടി പറഞ്ഞപ്പോൾ ആ നവോത്ഥാന പ്രവർത്തനവുമായി പങ്കുചേരാൻ ആര് വിളിച്ചാലും BJP വിളിക്കട്ടെ, നവോത്ഥാനത്തിന് ആര് വിളിക്കട്ടെ. അപ്പോൾ നവോത്ഥാനത്തിന് പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പീഡിപ്പിക്കാൻ ചില ആളുകളെ കാണുന്നുണ്ട്. ഒന്ന് സഹോദരന്മാരെ, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. നിങ്ങൾ ചെയ്ത കർമ്മവും ഇവിടെ ചെയ്ത ഇവിടെ നിങ്ങൾ വളരെയധികം ആളുകൾ പങ്കെടുക്കും, ഒരു തെറ്റുമില്ല. കാരണം നമ്മൾ ഗുരുവിനോട് ചെയ്ത ധർമ്മമാണത്. നവോത്ഥാനത്തിൽ നമ്മളിറങ്ങില്ല, പിന്നെ ആരാണ്? നവോത്ഥാന മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ജാതിവാദ ശക്തികളിൽ നിന്ന് വളർന്ന് പന്തലിച്ച് വരുമ്പോൾ അതിനെതിരെ വിഹരിച്ചുകൊണ്ടുപോകാൻ ഗുരുദേവ ദർശനത്തിനല്ലാതെ വേറെ ഏത് ദർശനത്തിന് സാധിക്കും? അതിനാണ് ചേരുന്നത്. എന്തുകൊണ്ടും ധർമ്മമാണ്, നമ്മുടെ കടമയാണ്, നമ്മൾ ചെയ്യേണ്ടതാണ്. അത് ആര് പറഞ്ഞു എന്നുള്ളതല്ല, എന്ത് പറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കി അതിനോട് ചേരുവാനുള്ള ഇച്ഛാശക്തി ഏറെ കാണിച്ച തിരുവനന്തപുരം യൂണിയൻ പത്രാധിപർ സുകുമാരൻ സ്മാരക യൂണിയൻ സഹോദരന്മാരെ ഞാൻ അഭിനന്ദിക്കുക. നിങ്ങൾ കൂടുതലായും നന്മകൾ വരട്ടെ എന്നും സമുദായ ബോധത്തോടുകൂടി കൂടുതൽ ഊർജ്ജമായി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ഗുരുനാമത്തിൽ പറഞ്ഞുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ കർമ്മം ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കഥയിരുന്നു. മുന്നോക്ക സംവരണത്തിൽ അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഒപ്പം തന്നെ മുൻ സർക്കാർ കോൺഗ്രസ് സർക്കാരിലേക്ക് വിമർശിച്ചുകൊണ്ടുള്ള ഒരു കത്താണ് അയച്ചിരിക്കുന്നത്. എന്താണ്, എങ്ങനെ കാണുന്നു ഈ? എനിക്ക് അവർ കത്തെഴുതിയതിന് അഭിപ്രായം പറയാൻ എനിക്ക് എൻ്റെ കാര്യം പൂച്ചക്ക് തൊണ്ടും പൊന്നു തൂക്കിനെടുത്ത് വല്ല കാര്യമുണ്ടാകും. അവരുടെ സന്തോഷത്തിനോ അതല്ലെങ്കിൽ അവർ കൊടുക്കുന്ന കത്തിനോ ഒരു മറുപടി പറയാൻ SNDPO ജനറൽ സെക്രട്ടറിക്ക് യാതൊരു കാര്യമില്ല. സ്വാഭാവികമായിട്ട് ഇപ്പം LDF സർക്കാരാണെങ്കിലും ദേവസ്വം ബോർഡിൽ മുന്നോക്ക സംവരണത്തിന്റെ കാര്യത്തിൽ നിലപാടെടുത്തിരുന്നു. അപ്പോഴും NSSന്റെ നിലപാട് തന്നെയല്ലേ സ്വീകരിച്ചത്? ഏത് നിലപാട്? അപ്പോൾ പറഞ്ഞ പിണറായി വിജയനാണ് ഒരു ഗവൺമെന്റും ചെയ്യാത്ത എല്ലാ സഹായങ്ങളും ചെയ്ത് പിണറായി വിജയനാണെന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ തള്ളിയും പറഞ്ഞു. അച്ചാന്നും കൊച്ചിച്ചാന്നും വിളിച്ചത് അവർ തന്നെയാണ്. അത് അവരോട് ചോദിക്കുക. എന്നൊന്നും എന്നോട് ചോദിച്ചിട്ട് ഇതിനൊരു മറുപടി പറയാൻ എനിക്ക് സാധിക്കില്ല. ഇക്കാര്യത്തിൽ BJPയും പിന്നോക്ക സമുദായങ്ങളെ വഞ്ചിക്കാനാണെന്ന് തോന്നുന്നുണ്ട്.
അത് പിന്നോക്ക സമുദായത്തിൽ നിന്നല്ല, പിന്നോക്ക സമുദായത്തിൽ BJP മാത്രമല്ലല്ല, ഒരു ഒന്നിച്ച് ഒരേ തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്താണല്ലോ ഈ ബില്ലും കൊണ്ടുവന്നത്. 7 ദിവസം കൊണ്ടാണ് ഈ ബില്ല് പാസ്സാക്കിയെടുത്തത്. ഈ ലോക ചരിത്രത്തിൽ ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടായ കാലം തൊട്ട് ഇതുവരെ പരിശോധിച്ച് നോക്കിയാൽ 7 ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും ഇന്ത്യൻ പ്രസിഡന്റും ഒപ്പിട്ടൊരു ബില്ല് ഇങ്ങനെ ഒരു ബില്ല് പാസ്സാക്കിയ ചരിത്രമില്ല. ഈ ഇലക്ഷൻ മുമ്പിൽ കണ്ടുകൊണ്ട് കൊണ്ട ഒരു സാമ്പത്തിക സംവരണ ബില്ലാണ്. ആ സാമ്പത്തിക സംവരണം ആർക്ക് കൊടുക്കാൻ? ഇന്ത്യയിലെ 18% വേണ്ടിയിട്ടാണ്. അപ്പോഴും എത്രയാണ്? 82% പുറത്ത് തള്ളിക്കൊണ്ട് 18% സംരക്ഷിക്കാൻ കൊണ്ടുവന്ന ഭരണഘടനാ വിരുദ്ധമായ, ഭരണഘടനയിൽ അംബേദ്കർ എഴുതി വച്ചിരിക്കുന്ന സാമ്പത്തിക സംവരണമല്ല, സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കാണ് സംവരണം. അത് വളരെ വ്യക്തമായിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയുടെ പൊളിച്ചെഴുത്ത് നടത്തുവാൻ ഒരു പാർലമെന്റിനും അധികാരമില്ല. ആ പാർലമെന്റിന് അധികാരമില്ലാത്ത ഒരെണ്ണം പാസ്സാക്കി കൊണ്ടുവന്ന് നടപ്പാക്കാമെന്ന് വിചാരിച്ചാൽ അതിനാണ് സുപ്രീം കോടതി ഇരിക്കുന്നത്. ഞങ്ങൾ വിടുവോ? മാത്രമല്ല, ഈ സാമ്പത്തിക സംവരണം പാസ്സാക്കി എതിർക്കുമ്പോൾ കൊണ്ടുവന്ന പലതും പല ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടും അത് ഏതെങ്കിലും ഇതുവരെ നടപ്പാക്കിയതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എല്ലാം തന്നെ സുപ്രീം കോടതി കേസിലൂടെ തള്ളിക്കളഞ്ഞ ചരിത്രമേ ഉള്ളൂ. ഇതിന് SNDP സുപ്രീം കോടതി സമീപിക്കും, യാതൊരു സംശയമുണ്ടാകും. സമീപിച്ചിരിക്കും, ഞങ്ങൾ വിജയിച്ചിരിക്കും. ഈ പറയുന്ന സാമ്പത്തിക സംവരണം ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല. ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണ്. അങ്ങനെയാണെങ്കിൽ BDJSന് ഇപ്പം സ്വാഭാവികമായിട്ടും NDAയുടെ ഭാഗമാണ്. BJP ആണ് ഇങ്ങനൊരു ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. BDJS ഇനി മുന്നണി തുടരുന്നത് ധാർമ്മികമായിട്ടും ശരിയാണോ? ഈ സമുദായത്തിനോട് ചെയ്യുന്നത് ശരിയാണോ? അത് അവരോട് ചോദിക്കണം, എന്നോടല്ല. ഞാൻ SNDPയുടെ കാര്യം ചോദിച്ചാൽ ഞാൻ മറുപടി പറയും. BDJSന്റെ കാര്യം അവരോട് ചോദിക്കണം. അങ്ങയുടെ മകനടക്കം എൻ്റെ മകനായതുകൊണ്ട് ആ മകൻ്റെ പലരുടെ മക്കൾ പല രാഷ്ട്രീയത്തിലുണ്ട്. അതുകൊണ്ട് BDJSന്റെ കാര്യം എന്നോട് ചോദിക്കണം. SNDPയുടെ കാര്യം ചോദിച്ചാൽ അതിന് മറുപടി പറയും.